നമ്മൾ പല ഓപ്ഷൻസ് ട്രൈ ചെയ്തു. ബട്ട് എനിക്കെന്തോ ഈ ഒരു പാട്ടിന് സിഡ് വന്നാൽ കറക്റ്റ് ആയിരിക്കും. പുളുകുന്നിൽ ഒരു പാട്ടാണ്, നോട്ട് ദി ഓബിയസ് ചോയ്സ്. പക്ഷെ എന്നാലും സിഡ് വന്നാൽ, അത് കൈതപ്രസാദിന്റെ ലിറിക്സിൽ ഇങ്ങനെ ഒരു പാട്ട് വന്നാൽ ഒരു ഭയങ്കര എക്സ്പെരിമെന്റ് ആയിരുന്നു. ചിലപ്പോൾ പാളിയാൽ അത്രയും പൈസയും പോകും. പക്ഷെ എന്നാലും ആ ഒരു റിസ്ക് ടിപ്പും ഷിയാസിക്ക് എടുത്തു. ആണെങ്കിലും സഹനടനാണെങ്കിലും വില്ലനാണെങ്കിലും ഇനി കോമഡി കഥാപാത്രമാണെങ്കിലും എന്താണെങ്കിലും ഇവിടെ ഓക്കെയാണ്. അപ്പൊ ഇനി ഒരു ത്രില്ലർ സ്വഭാവമുള്ള സിനിമയിലേക്ക്, കൂടുതൽ അഭിനയ മുഹൂർത്തങ്ങളിലേക്ക് നമ്മളെ വെൽക്കം ചെയ്യണല്ലേ. എനിക്ക് തോന്നുന്നു ഞാൻ സിനിമ കണ്ടതാണ്. ഇറ്റ് ഇസ് ഡെഫിനറ്റ്ലി വൺ ഓഫ് യുവർ ഫൈനസ്റ്റ് പെർഫോമൻസസ് ടു ഡേറ്റ്. ഇതിനെക്കുറിച്ച് ഒരുപാട് ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആസ് എൻ ആക്ടർ 25 വർഷമായിട്ട് അഭിനയിക്കുന്ന ഒരാളാണ്. പക്ഷേ നിങ്ങൾ ആരും കണ്ടു കാണില്ല, നമ്മളിവിടെ ഇത്രയും സ്നേഹത്തോടെ ഇത്രയും ആത്മാർത്ഥതയോടെ ഉള്ളിൽ തട്ടി ഇത്രയും ഗംഭീരമായിട്ടൊക്കെ വെൽക്കം ചെയ്യുമ്പോൾ, വെൽക്കം ചെയ്ത് കഴിഞ്ഞ ആളവിടെ കമന്ന് കിടന്ന് ചിരിക്കുകയായിരുന്നു അല്ലേ. ഒരു നമ്മുടെ ലോകത്തിന്റെ ഒരു ക്രോസ് സെക്ഷൻ പോലെ ഇരിക്കുന്ന ഒരു ഹോളാണ്. ആ ഹാളിലിരിക്കാനും അവിടെ വരുന്ന ആളുകളെ കാണാനും ആ ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ ആദ്യം പോയത്. അന്ന് அதுக்கப்புறம் எனக்கு தேங்க்ஸ் சொல்ல வேண்டியது வந்து ப்ரொடியூசர்ஸ் 2 பேரும். இந்த வாய்ப்பு கொடுத்ததுக்காக இல்லை, இந்த படத்தை எடுத்ததுக்காக. ஸோ இந்த படத்தை எடுத்ததுன்றது ஒரு முக்கியமான ரீசன். நீங்கள் வந்து ஃபஸ்ட்டு படமே ஒரு மைல்கல் ஃபிலிம் എടുത്തിരിക്കீங்க. അത് എന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു സന്തോഷവും ഒരു ആത്മവിശ്വാസവും എനിക്കെന്നും ഊർജം പകരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ ഇരിപ്പുണ്ട്. ഏഞ്ചൽസ് എന്ന എൻ്റെ ഫസ്റ്റ് സിനിമയിൽ ഒരു ഡൗട്ടും ഇല്ലാതെ, പണ്ട് മലയാളി എന്ന് പറഞ്ഞ ആൽബം ചെയ്ത സമയത്ത് രാജു എൻ്റെ ഒരു മിന്നൽ ഒഴുകി എന്ന് പറഞ്ഞ പാട്ടിൽ രാജു ഉണ്ടായിരുന്നു. പക്ഷെ ഏഞ്ചൽസിലൂടെയാണ് എനിക്ക് ഫസ്റ്റ് ഒരു ബ്രേക്ക് വന്നത്. അത് ഇന്ദ്രേട്ടൻ അതിൽ പാടിയിട്ടുണ്ടെന്ന് പറയുന്നത് ഗംഭീര ഒരു സോങ് തന്നെ പാടിയിട്ടുണ്ട്. സോ താങ്ക് യു സോ മച്ച് ഇന്ദ്രേട്ടൻ. പ്ലഷർ ചെയ്യുക. പിന്നെ ഈ പടത്തിൽ എനിക്ക് വേറെ എടുത്തു പറയാനുള്ളത് ഇതിന്റെ പ്രൊഡ്യൂസേഴ്സ് തന്നെയാണ് കേട്ടോ. കാരണം ത്രൂ ഔട്ട് ദ ജേർണി വളരെ സപ്പോർട്ടീവായിട്ട്, നമ്മുടെ ഇപ്പൊ സിദ് ശ്രീറാമിനെ കൊണ്ടുവരണോ അല്ലെ ഏത് ആർട്ടിസ്റ്റിനെ കൊണ്ടുവരാനോ, ആ ഒരു അത്യാവശ്യം നിങ്ങൾക്കറിയാം അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സിംഗറാണ്. ആൻഡ് നമ്മൾ പല ഓപ്ഷൻസ് ട്രൈ ചെയ്തു. ബട്ട് എനിക്കെന്തോ ഈ ഒരു പാട്ടിന് സിഡ് വന്നാൽ കറക്റ്റ് ആയിരിക്കും. പുളുകുന്നിൽ ഒരു പാട്ടാണ്, നോട്ട് ദി ഓബിയസ് ചോയ്സ്. പക്ഷെ എന്നാലും സിഡ് വന്നാൽ, അത് കൈതപ്രസാദിന്റെ ലിറിക്സിൽ ഇങ്ങനെ ഒരു പാട്ട് വന്നാൽ ഒരു ഭയങ്കര എക്സ്പെരിമെന്റ് ആയിരുന്നു. ചിലപ്പോൾ പാളിയാൽ അത്രയും പൈസയും പോകും. പക്ഷെ എന്നാലും ആ ഒരു റിസ്ക് ടിപ്പും ഷിയാസിക്ക് എടുത്തു. താങ്ക് യു സോ മച്ച്. അതിന്റെ റിസൾട്ട് വന്നു. പിന്നെ രാവും പകലില്ലാതെ നമ്മുടെ വർക്ക് ചെയ്ത മ്യൂസീഷ്യൻസ് കേട്ടോ, സ്റ്റുഡിയോയിലുള്ള അവരെല്ലാവരും ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. താങ്ക് യു സോ മച്ച്. എല്ലാവരും ഉണ്ട് ഇവിടെ. ഡോൺ, പിന്നെ നമ്മുടെ മ്യൂസിക് പ്രൊഡക്ഷൻ ടീമിലെ എല്ലാവരും ഉണ്ട്. മിഥുൻ എഞ്ചിനീയർ, പിന്നെ ഇതിൽ പാട്ട് എഴുതിയിരിക്കുന്ന അൻവറിക്ക ഞങ്ങളുടെ കൂടെ സ്റ്റുഡിയോയിൽ RRന്റെ സമയത്ത് 2 ദിവസം ത്രൂ ഔട്ട് സ്റ്റുഡിയോയിൽ അവിടെ ഇരിക്കുകയായിരുന്നു. കാരണം ഇതിനെപ്പറ്റി ആധികാരികമായിട്ട് അറിയാവുന്ന ഒരാളാണ്. അപ്പോൾ പുള്ളിനെ ഫുൾ ടൈം ഞങ്ങൾ കൂടെ കൊണ്ടുവന്നു. ആൻഡ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഗംഭീരം ഒന്നിനുണ്ട്. ടൈറ്റിൽ സോങ് ആയിക്കോട്ടെ, ക്ലൈമാക്സിൽ വരുന്ന ആ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള സോങ്. കാരണം അതൊരു കുട്ടി പാടി, അത് ആ വിഷ്വൽ, ആ ഹൈ സ്പീഡ് ഷോട്ടിൽ നിങ്ങൾ പറഞ്ഞ പോലെ ആ പട്ടിയുടെ ഷോട്ടും ആ മൊത്തത്തിലൊരു ആംബിയൻസിൽ വി നീഡ് ദ റൈറ്റ് ലിറിക്സ്. ഹൂ എൽസ് ദ മജീഷ്യൻ വർക്ക്. താങ്ക് യു അൻവറിക്ക. ഇറ്റ്സ് ഓൾവേസ് എ പ്ലഷർ. നമ്മൾ ഇനിയും ഒരുപാട് പടങ്ങൾ വരാതിരിക്കുന്നു. താങ്ക് യു അൻവറിക്ക. ഇനിയൊരു 2 വരി ഞങ്ങൾക്ക് വേണ്ടി യു ആർ താങ്കിങ് എവരിബഡി. ഇവിടെ വലിയ ഹിറ്റ് ആയത് ഞാൻ പാടാം. കണ്ണോടു കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുവെന്ന്, പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു. ഉള്ളിലൊളിച്ചൊരു മോഹമെല്ലാം കള്ളത്തനങ്ങളുടെ തുള്ളികളായി, കണ്ട നേരം കൊണ്ടലായി, കൊണ്ടലിൽ മിന്നലായി. എല്ലാരും പാടാം. മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ, എത്തിത്തോടാൻ എത്തുകില്ല മാറിവില്ലാണോ നീ. മനസ്സിലൊക്കെ വിട്ടോ ഒന്ന് പാടിക്കുക. 1 2 3 4. മിന്നൽ വള പെണ്ണഴകേ, എത്തിത്തോടാൻ മാറിവില്ലാണോ നീ. താങ്ക് യു സോ മച്ച്. നടനാണെങ്കിലും സഹനടനാണെങ്കിലും വില്ലനാണെങ്കിലും ഇനി കോമഡി കഥാപാത്രമാണെങ്കിലും എന്താണെങ്കിലും ഇവിടെ ഓക്കെയാണ്. അപ്പൊ ഇനി ഒരു ത്രില്ലർ സ്വഭാവമുള്ള സിനിമയിലേക്ക്, കൂടുതൽ അഭിനയ മുഹൂർത്തങ്ങളിലേക്ക് നമ്മളെ വെൽക്കം ചെയ്യണല്ലേ.
ആദ്യം ആരിലേക്ക് മൈക്ക് തരണം? ആരാണ് നമ്മുടെ ത്രില്ല് കൂട്ടാനായിട്ട് പോകുന്നത്? ഡയറക്ടേഴ്സ് സംസാരിക്കും അല്ലേ? ഓക്കെ, നമസ്കാരം, എൻ്റെ പേര് ജിതിൻ എന്നാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത്രയും വലിയൊരു ക്രൗഡിനെ അഭിസംബോധന ചെയ്യുന്നത്. സോ എനിക്കതിൻ്റെ നെർവസ്നെസ് ഉണ്ട്. അതും ഞാൻ ചേട്ടൻ്റെ ഭയങ്കര ഒരു ഫാനാണ്. മായാനദി, കൽക്കി. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനത്തെ ഒരു സ്റ്റേജിൽ ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്ത ഇതിൻ്റെ ഹോൾ ക്രൂവിനോട് എൻ്റെയും ധീരത്തിൻ്റെ പേരിൽ ഞാൻ നന്ദി പറയുന്നു. ആൻഡ് സ്പെഷ്യൽ താങ്ക്സ് ടു ടിപ്പു, ഞങ്ങളുടെ സുഹൃത്തും കൂടെയാണ്. അപ്പോൾ ധീരം ആക്ച്വലി നവംബറിൽ റിലീസ് ചെയ്യാണ്. ഇത് എൻ്റെ ഫസ്റ്റ് മൂവിയാണ്. ഇതിനു മുമ്പ് കുറച്ച് ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ സിനിമയിൽ ചേട്ടനെ വെച്ച് ഈ പടം ചെയ്യാൻ സാധിച്ചതിൽ ദൈവത്തോടും എന്നെ ഇതുവരെ എത്തിച്ച എല്ലാവരോടും നന്ദി പറയുന്നു. തീർച്ചയായും ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. പിന്നെ ഇതിലൊരു ഡ്രാമയും കൂടെയുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് മൂവിയാണ്. ഓൾ ദി വെരി ബെസ്റ്റ്. വലിയൊരു സക്സസ് തന്നെ ആവട്ടെ ധീരം, അല്ലേ ഇന്ദ്രജിത്ത് ചേട്ടാ? അങ്ങനല്ലേ? അതെ, അങ്ങനെ തന്നെ. ആദ്യം നരിവേട്ടയെ കുറിച്ച് 2 വാക്ക് സംസാരിക്കാം. ഇങ്ങനെ ഒരു സാമൂഹിക പ്രസക്തിയുള്ളൊരു സിനിമ, ഒരു സബ്ജക്റ്റ് ഏറ്റെടുത്ത് അത് സംവിധാനം ചെയ്യാൻ തയ്യാറായി മുന്നോട്ട് വന്ന അനുരാജ് മനോഹർ, അതുപോലെ ഒരു സിനിമ ചെയ്യുമ്പോൾ ഒരു കമേഴ്ഷ്യൽ സിനിമ എന്നതിലുപരി ആ സിനിമ പ്രേക്ഷകരോട് സംസാരിക്കണം, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ താൻ ചെയ്യുന്ന സിനിമ ജനങ്ങളോട് വിളിച്ച് പറയണം എന്ന പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി തന്നെ ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ മുന്നോട്ട് വന്ന ടിപ്പു ആൻഡ് ഷിയാസ് ആൻഡ് ടോബി, ARM പോലൊരു ഹ്യൂജ് കമേഴ്ഷ്യൽ സക്സസിന് ശേഷം ഇങ്ങനെ ഒരു സോഷ്യൽ ഇഷ്യൂ ഡീൽ ചെയ്യുന്നൊരു സിനിമയ്ക്ക് കൈകൊടുത്ത് മുന്നോട്ട് വന്ന്, ഇതൊരു ബിഗ് സ്കെയിൽ സിനിമയല്ലെങ്കിൽ പോലും ഇത് പറയുന്ന ഒരു സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി മുന്നോട്ട് വന്ന് ഈ സിനിമയ്ക്ക് കൈ കൊടുത്ത് ഇങ്ങനൊരു സിനിമ ചെയ്തതിന് ആൻഡ് എനിക്ക് തോന്നുന്നു, ഞാൻ സിനിമ കണ്ടതാണ്, ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി വൺ ഓഫ് യുവർ ഫൈനസ്റ്റ് പെർഫോമൻസസ് ടു ഡേറ്റ്. ഇതിനെക്കുറിച്ച് ഒരുപാട് ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആസ് എൻ ആക്ടർ 25 വർഷമായിട്ട് അഭിനയിക്കുന്ന ഒരാളാണ്. പക്ഷേ ടോബി ഓരോ കഥാപാത്രത്തിലേക്കും കൊണ്ടുവരുന്ന ഒരു പാഷൻ ഉണ്ട്, ഒരു ഗ്രിറ്റ് ഉണ്ട്. ശരിക്കും അത് ടോബിയുടെ പെർഫോമൻസിലും കാണാൻ പറ്റും, ടോബി സ്ക്രീനിൽ വരുമ്പോൾ കാണാൻ പറ്റും. അത് തന്നെ വെൻ യു ഡു ദാറ്റ്, വെൻ യു ഹാവ് ദറ്റ് പാഷൻ ആൻഡ് ഹാർഡ് വർക്ക് ചെയ്യാൻ നമുക്കൊരു മനസ്സും കൂടെ ഉണ്ടെങ്കിൽ ഹാഫ് ദ ജോബ് ഇസ് ഡൺ. ആൻഡ് അത് ശരിക്കും നരിവേട്ട കണ്ടപ്പോൾ ഓരോ സീനിലും ഓരോ ഷോട്ടിലും എനിക്ക് തോന്നിയ കാര്യമാണ്. അതുകൂടാതെ ജേക്സ് ഇസ് വെരി ഡിയർ ടു മീ. ജേക്സ് സിനിമയിൽ വരുന്നതിന് മുമ്പ് ഞാൻ ജേക്സിനെ ഇടയ്ക്ക് വിളിക്കുമായിരുന്നു, ജേക്സ് ഒരു പാട്ട് ഞാൻ കേട്ടല്ലോ, അതെനിക്കൊന്ന് അയച്ചു ഒന്ന് കേൾക്കാനാണെന്ന് പറഞ്ഞിട്ട്. എനിക്ക് ഓർമ്മയില്ല ഒരു സോങ് ആണെന്ന്, ബട്ട് തമിഴ് സോങ് ഐ ഡോണ്ട് റിമെമ്പർ, ബട്ട് ദെൻ വി യൂസ്ഡ് ടു കമ്മ്യൂണിക്കേറ്റ് എ ലോട്ട് ജേക്സ് സിനിമയിൽ വരുന്നതിന് മുമ്പ് തന്നെ. ആൻഡ് അതുപോലെ തന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന മറ്റ് ആർട്ടിസ്റ്റ് സുരാജ്, ആര്യ, ഒരുപാട് പേരുണ്ട്. എല്ലാവരുടെയും പേരുകൾ ഞാൻ എടുത്ത് പറയുന്നില്ല. കൺഗ്രാറ്റുലേഷൻസ് ടു എവറിബഡി. ആൻഡ് ഈ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ച ടീമിനും എൻ്റെ ആശംസകളും ഭാവുകളും ഞാൻ നേർന്നു കൊള്ളുന്നു. താങ്ക് യു. ആൻഡ് ധീരം എന്ന് പറഞ്ഞ സിനിമ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ കരിയറിൽ തന്നെ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് പോലീസ് വേഷങ്ങളാണ്. 25 സിനിമകളോളം മറ്റുമായി പോലീസായിട്ട്. അപ്പം ഇനിയൊരു പോലീസ് വേഷം ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ഒരു സാധനം ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രേക്ഷകർക്ക് ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു സാധനം സമ്മാനിക്കുന്നൊരു സിനിമയായിരിക്കണം, അതൊന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും ആദ്യം ജിതിനെ പടത്തിന് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ജിതിനെ പോലീസ് ആണെങ്കിൽ പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് ആലോചിച്ചാൽ പോരെ എന്നൊക്കെ ഞാൻ സംസാരിച്ചു. ജിതിൻ ആർട്ട് ഫിലിം മേക്കറാണ്. ജിതിൻ്റെ വർക്ക്സും ജിതിൻ ചെയ്തിട്ടുള്ള ആൽബംസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇല്ല ചേട്ടാ ഒന്ന് കേട്ട് നോക്കുന്നു പറഞ്ഞാണ് ഈ സബ്ജക്റ്റ് എൻ്റെ അടുത്തൊന്ന് പറയുന്നത്. എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഒരു സീരിയൽ മർഡർ മിസ്റ്ററി ആണ് തീർച്ചയായിട്ടും, പക്ഷേ അത് മാത്രമല്ല ഈ സിനിമ. അതിനപ്പുറത്തൊരു സോഷ്യൽ ഇഷ്യൂവിനെ ചൂണ്ടിക്കാണിക്കുന്ന സിനിമയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ യുവാക്കളുടെ ഇടയിൽ നടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ഡെയിലി പത്രത്തിലുമൊക്കെ വായിക്കുന്ന ന്യൂസിലൊക്കെ കാണുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിൽ സംസാരിക്കപ്പെടുന്നുണ്ട്. അത് മാത്രമല്ല, അത് കാരണം ഇവൻച്വലി ആരാണ് ബാധിക്കപ്പെടുന്നത്, അങ്ങനെയുള്ളവരുടെ കഥയും കൂടെ പറയുന്നൊരു സിനിമയാണ് ധീരം എന്ന സിനിമ. സോ മോർ ദാൻ എ ത്രില്ലർ, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നൊരു സിനിമ കൂടിയായിരിക്കും ധീരം. ഒരു എൻ്റർടൈനർ ആയിരിക്കും. ഈ സിനിമ വളരെ ഭംഗിയായിട്ട് വന്നിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ. നവംബറിൽ സിനിമ റിലീസ് ചെയ്യണം. എല്ലാവരും തീർച്ചയായിട്ടും ഈ സിനിമ പോയി കാണണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. നമ്മുടെ സൂപ്പർ ഹീറോ ആയി മാറിയ താരമാണ്. ഓരോ സിനിമ കഴിയുമ്പോഴും തൻ്റെ കഴിവിനെ ചാലഞ്ച് ചെയ്തുകൊണ്ട്, ആക്ടർ എന്ന നിലയിൽ സ്വയം ചാലഞ്ച് ചെയ്തുകൊണ്ട് ഓരോരോ പ്രോജക്ട്സ്, we are seeing him as a wonderful actor, as a promising actor in every film that he is getting committed to. And now ഏറ്റവും അഭിമാനത്തോടു കൂടി തന്നെ പറയാം, ഈ സൂപ്പർ ഹീറോ നമ്മുടെ മലയാളം സിനിമ ഇൻഡസ്ട്രിയിലാണ് എന്നുള്ളത്. So Kochi, are you ready to welcome our super hero?
ആണല്ലേ? യെസ്, നമ്മുടെ ഇവിടെ സൂപ്പർ ഹീറോ. നിങ്ങൾ ആരും കണ്ടു കാണില്ല, നമ്മളിവിടെ ഇത്രയും സ്നേഹത്തോടെ ഇത്രയും ആത്മാർത്ഥതയോടെ ഉള്ളിൽ തട്ടി ഇത്രയും ഗംഭീരമായിട്ടൊക്കെ വെൽക്കം ചെയ്യുമ്പോൾ, വെൽക്കം ചെയ്ത് കഴിഞ്ഞ ആളവിടെ കമന്ന് കിടന്ന് ചിരിക്കുകയായിരുന്നു അല്ലേ? നിങ്ങൾ ഈ ഭയങ്കര ഒച്ചയില് കൊച്ചി വെൽക്കം ടു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഇത്ര ഒച്ച എടുത്തിട്ട് അവിടെ നിന്ന് ആ ഒച്ച തിരിച്ചു വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നുമില്ല. ഞാനാണ് അവിടെ ഇരുന്ന് ഉരുകേണ്ടത്. ആ ഒച്ച നമുക്കൊന്ന് അറിയിക്കണ്ടേ? അല്ല, ഒച്ച ഉണ്ടായിരുന്നു കേട്ടോ. റെഡിയാണോ കൊച്ചി? ഇപ്പൊ റെഡിയാണോ? ഇത്രയും പേര് മതി അല്ലേ? ഉള്ള ആൾക്കാർ വെച്ച് നമ്മൾ പവർ കാണിക്കും അല്ലേ? അപ്പൊ ഇത് നമുക്കൊരു ചാലഞ്ച് ആണ്. ടോവിനോ തോമസ് നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്, നമ്മൾ അത്രയും ഒച്ച വെക്കത്തില്ല, അത്രയും ബഹളം വെക്കത്തില്ല, അത്രയും ഓളം ഉണ്ടാക്കത്തില്ല. നമുക്കൊന്ന് കാണിച്ചാലോ? ഞാൻ പൊക്കോട്ടെ. ഇല്ല, ഇത് നമ്മളൊരു ചാലഞ്ച് ആയിട്ട് ഏറ്റെടുത്ത് നമ്മളൊന്ന് ഒച്ച വെച്ച് ക്രൗൺ പ്ലാസ മാത്രമല്ല കൊച്ചിനെ മൊത്തം ഒന്ന് അറിയിച്ച് നമുക്ക് ആഘോഷിക്കാം അല്ലേ? കൂടെ നിൽക്കണം, നാച്ചിക്കരുത് പ്ലീസ്. സോ എവരിബഡി ഫോർ a superhero ടോവിനോ തോമസ്. 3 2 1 ഇപ്പോ എങ്ങനെ ഇരിക്കുന്നു? ഹാപ്പി ആയോ? ഞാനിവിടെ നിന്നിട്ട് ഇങ്ങനെ കാണിച്ച് അത് പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇവിടെ നിന്നിട്ട് ഓക്കെ. നമുക്ക് അല്ല, എപ്പോഴും അതെ, നമ്മൾ എത്ര ഹൈപ്പ് കൊടുത്ത് ഇൻട്രോ കൊടുത്ത് വെൽക്കം ചെയ്താലും ആളെങ്ങനെ നാണിച്ച് ചിരിച്ച് അങ്ങനെയാണ് സ്റ്റേജിലേക്ക് വരും. ഒരു മാസ് എൻട്രി നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ഇപ്പോഴും ആ ഹംബിൾ ആയിട്ടുള്ള ചിരി മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളൂ. ദാറ്റ്സ് വൈ യു ആർ ആർ സൂപ്പർ ഹീറോ. ജീവിതത്തിൽ അത്ര മാസമൊന്നുമില്ല, ഞാനൊരു ഫീൽ ഗുഡാ. സിനിമയിലാണ് ശ്രമിച്ചു നോക്കാം. ഓക്കെ, അപ്പോ വർഗീസ് പീറ്റർ, ആക്ച്വലി ഞാൻ ഈ മൂവി കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ഫിലിമിൽ ഉള്ള ഒരാൾക്ക് ഒരു ലോങ് വോയിസ് അയച്ചു. ഞാൻ ഭയങ്കര ഇമോഷണൽ ആയി. ടോവിനോ ചേട്ടൻ ഇത്രയും ചെയ്തത് ഒരുപാടുണ്ട് നല്ല മൂവീസ്, ബട്ട് ഈ ഒരു മൂവി ഭയങ്കരമായിട്ടുള്ള ആ ഇന്നസെൻസ് ആണെങ്കിലും ഫൈറ്റ് സീൻസ് ആണെങ്കിലും കരച്ചിൽ എല്ലാം എത്ര ബ്യൂട്ടിഫുള്ളി ആണ് പോർട്രേ ചെയ്തിരിക്കുന്നത്. ഇവിടെ വന്ന എല്ലാ ഗസ്റ്റും പറഞ്ഞു ലൈഫിൽ ഇത്രയും സിനിമാസിലെ ഒരു ഏറ്റവും മെയിൻ ആയിട്ട് നിൽക്കുന്ന തന്നെ ഒരു മൂവി തന്നെ ആയിരിക്കും നരിവേട്ട അല്ലേ? സോ വർഗീസ് പീറ്റർ ആയിട്ട് ചെയ്തു. ഇപ്പോൾ നരിവേട്ട മൂവിയുടെ സക്സസ് സെലിബ്രേഷൻ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാട്ട് വുഡ് യു ലൈക്ക് ടു സേ നൗ? ആദ്യം തന്നെ ഇന്ന് ഇവിടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ അതിഥികൾക്ക് നന്ദി പറയുന്നു. പ്രിയപ്പെട്ട അലിസൺ സ്റ്റീഫൻ, ഇന്ദ്രേട്ടൻ തുടങ്ങി നമ്മളുടെ ഈ സിനിമയുടെ ഭാഗമല്ല എന്നേ ഉള്ളൂ. ഞാനും ഇന്ദ്രേട്ടനും തമ്മിലുള്ള അടുപ്പമൊന്നും അങ്ങനെ അധികം ആൾക്കാർക്ക് അറിയില്ലെന്ന് തോന്നുന്നു. അപ്പൊ എനിക്ക് ഏത് പാതിരാത്രിക്കാണെങ്കിലും ഇന്ദ്രേട്ടൻ എവിടെയെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ ചെന്ന് ശല്യപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യമുള്ള കുറച്ചെങ്കിലും ഞാൻ രാജുവേട്ടനും തമ്മിലുള്ള ബന്ധമൊക്കെ അടുപ്പമൊക്കെ ആൾക്കാർക്ക് അറിയുകയും ചിലപ്പോൾ ഒരുപക്ഷെ അതിനേക്കാൾ ഞങ്ങൾ തമ്മിൽ ഉള്ള ഒരു അടുപ്പമുണ്ട്. അത് മാത്രമല്ല, പണ്ട് മൊയ്തീൻ കണ്ടിട്ട് ചേട്ടൻ ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ നിന്ന് എൻ്റെ കുറച്ച് സീൻസ് കണ്ടിട്ട് അന്ന് എന്നെ ആർക്കും അറിയാത്ത ഒരു സമയത്ത് അന്ന് ഇന്ദ്രേട്ടൻ എന്നെ പറ്റിയിട്ട് വളരെ നല്ല കമന്റ് പറഞ്ഞത് അന്ന് മുതൽ ഞാൻ എൻ്റെ മനസ്സിൽ സൂക്ഷിക്കുന്നതാണ്. ഇന്നും ഇവിടെ വന്ന് വളരെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ചേട്ടാ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ സീയിങ് സച്ച് സ്വീറ്റ് തിങ്സ് അബൌട്ട് യു. ചേട്ടൻ അങ്ങനെയാണ്, പൊതുവെ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ആളാണ്. പുള്ളിനെ നേരിട്ട് അറിയാവുന്ന എല്ലാവർക്കും അറിയാം. ഒരുപാട് സന്തോഷം ചേട്ടൻ. അത് മാത്രമല്ല ഇന്ന് ഇവിടെ ഈ സിനിമയുടെ സക്സസ് സെലിബ്രേഷനിൽ ഞങ്ങളുടെ കൂടെ ഭാഗമാകാൻ വന്ന എല്ലാവർക്കും ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. പിന്നെ ഈ സിനിമയുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ച എല്ലാവരും വളരെ പ്രിയപ്പെട്ടവർ തന്നെയായിരുന്നു. സിനിമ തുടങ്ങുന്നതിന് മുമ്പേ വളരെ അടുപ്പമുള്ള ആൾക്കാരാണ്. ഞാനും അനുരാജും അല്ലെങ്കിൽ ഷമീറും ഒക്കെ ഞങ്ങൾ കുറേ നാളുകളായിട്ട് പരിചയമുള്ളതാണ്. ജെയ്ക്സേട്ടൻ എത്രയോ പടങ്ങൾ ഞങ്ങൾ ചെയ്തു, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു, അടുത്തതും ചെയ്യാൻ പോകുന്നു. പിന്നെ ഇവിടെ വന്നതിന് ശേഷം നമുക്ക് കിട്ടിയിട്ടുള്ള സുഹൃത്തുക്കളുണ്ട്, അപ്പോൾ ആക്ടേഴ്സായിട്ടും ടെക്നീഷ്യൻസും ആയിട്ട്. അതുപോലെ ഈ സിനിമയിൽ ഇതിനു മുമ്പ് പരിചയമുണ്ടായിരുന്നവർ ഇവിടെ വന്നതിന് ശേഷം കൂടുതൽ അടുപ്പമായവരുണ്ട്, പുതുതായിട്ട് പരിചയപ്പെട്ട് വളരെ അടുപ്പമായവരുണ്ട്. അങ്ങനെ എന്നും ഓർത്തിരിക്കാവുന്ന ഒരുപാട് നല്ല മൊമെന്റ്സ് ഉള്ള ഒരു സിനിമയാണ്. സിനിമ ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് എനിക്ക് അങ്ങനെയായിരുന്നു. എല്ലാവരും സ്പെഷ്യൽ മെമ്മറി എന്ന് വെച്ചാല് നമ്മളെല്ലാവരും എനിക്ക് തോന്നുന്നു ഒരുപോലെ എല്ലാവരും ഈ സിനിമ നന്നാവണമെന്ന് ആഗ്രഹിക്കുകയും വി വെർ ഓൺ ദ സെയിം പേജ്. എനിക്ക് അങ്ങനെയാ തോന്നുന്നു. അപ്പൊ അതിന്റെ ഒരു അത്യാവശ്യം ഹെക്ടിക്കൊക്കെ ആവേണ്ട ഷൂട്ട് പോലും എല്ലാവരുടെയും സഹകരണം കാരണം കൊണ്ട് വളരെ സ്മൂത്ത് ആയിട്ട് പോവുകയും അതോടൊപ്പം അതിന് വളരെ കട്ടയ്ക്ക് കല്ല് പോലെ കൂടെ നിന്ന പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. സിനിമയുടെ തുടക്കം മുതൽ അല്ലെങ്കിൽ തുടങ്ങുന്നതിന് മുമ്പ് മുതൽ സിനിമ ഇറങ്ങി ഇത് കഴിഞ്ഞ ആഴ്ചയും അനുരാജും ടിപ്പും എന്നെ കാണാൻ വേണ്ടി തൊടുപുഴ വന്ന് ഞങ്ങൾ അവിടെ ഒരു ദിവസം എൻ്റെ അവിടെ താമസിച്ചിട്ട് പിറ്റേ ദിവസം പോകുന്നതാണ്. അങ്ങനെ ഇതൊരു സിനിമയ്ക്ക് അപ്പുറത്തും ഉള്ളൊരു സൗഹൃദങ്ങൾ ഇങ്ങനെയുള്ള സിനിമകൾ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവും. നമ്മൾ കുറേ നാൾ ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനിൽ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് സമയം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതൽ അടുപ്പങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പം അങ്ങനെ എല്ലാ ദിവസത്തെയും ഷൂട്ട് നമുക്ക്
വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ പോലും അതിനുശേഷം വൈകുന്നേരം ഷൂട്ടൊക്കെ കഴിഞ്ഞ് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഒന്ന് റിലാക്സ് ചെയ്ത് സംസാരിക്കാനും പേഴ്സണൽ കാര്യങ്ങൾ വരെ ഡിസ്കസ് ചെയ്യാനും അടുപ്പമുള്ള ആളുകൾ ആ സിനിമയിൽ ഉണ്ടായിരുന്നു. സെപ്റ്റിമിയാസ് അവാർഡ് കിട്ടിയിരിക്കുകയാണ് അല്ലേ? ഒരുപാട് ഒരുപാട് സന്തോഷം. പ്ലീസ് ഗിവ് എ ബിഗ് ഹാൻഡ് അപ്ലോസ്. നമുക്ക് എല്ലാവർക്കും വളരെ പ്രൗഡ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു അത്. സോ അതിനെപ്പറ്റി ഒരു 2 വാക്ക് കൂടി സംസാരിക്കാമോ പ്ലീസ്? അത് എനിക്കെന്താ വെച്ചാൽ ഈ സിനിമയ്ക്ക് തന്നെ ആ അവാർഡ് കിട്ടി എന്ന് പറയുന്നത് അത് ഈ സക്സസ് സെലിബ്രേഷനിൽ വെച്ച് പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങള് എന്താ പറയുക, ആ അവാർഡ് ഫംഗ്ഷന് ഞാൻ പോവാൻ തന്നെ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പൊരിക്കൽ അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ പോകുമ്പോൾ അവിടുത്തെ ഒരു അത് ബെസ്റ്റ് ഏഷ്യൻ ആക്ടർ, ബെസ്റ്റ് അമേരിക്കൻ ആക്ടർ, ബെസ്റ്റ് ആഫ്രിക്കൻ ആക്ടർ, ബെസ്റ്റ് ഓഷ്യാനിക് ആക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ കോണ്ടിനെന്റിൽ നിന്നുള്ള ഒരു റെപ്രസെൻറ്റേഷൻ നമുക്ക് ഇതുപോലെ ഒരു വലിയ റൂമിനകത്ത് പല കോണ്ടിനെന്റുകളിൽ, അപ്പോൾ ഒരു കോണ്ടിനെന്റിൽ ഒരുപാട് രാജ്യങ്ങളുണ്ടാവുമല്ലോ, അപ്പോൾ അവിടെ നിന്നൊക്കെ നോമിനേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരും ഒക്കെ ആയിട്ട് വന്നിരുന്ന് അപ്പോൾ ഒരു 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 നമ്മുടെ ലോകത്തിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ പോലെ ഇരിക്കുന്ന ഒരു ഹോളാണ്. ആ ഹാളിലിരിക്കാനും അവിടെ വരുന്ന ആളുകളെ കാണാനും ആ ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ ആദ്യം പോയത്. അന്ന് 2018 എന്ന് പറയുന്ന സിനിമയ്ക്ക് അന്ന് എനിക്ക് സെപ്റ്റിമിയാസ് അവാർഡ് കിട്ടിയിരുന്നു. പിന്നെ ഇതിൻ്റെയൊക്കെ അപ്പുറം ആംസ്റ്റർഡാമിലേക്ക് പോകാനായിട്ടൊരു കാരണം വീട്ടിലും നാട്ടിലും സിനിമ സെറ്റുകളിലൊക്കെ പറയാനായിട്ട് വെറുതെ എനിക്ക് ടൂർ പോകണം എന്ന് പറഞ്ഞാൽ വിടൂല്ലല്ലോ. അപ്പം അത് കാരണം കൊണ്ട് ഈ അവാർഡ് ഫംഗ്ഷന് നോമിനേഷൻ കിട്ടിയപ്പോൾ അവിടെ പോയി കഴിഞ്ഞിട്ട് അത് കിട്ടിയില്ലെങ്കിൽ ആരോടും പറയണ്ട എന്ന് വിചാരിച്ചിട്ട് പോയതാണ്. അവിടെ ചെന്ന് ഭാഗ്യവശാൽ നമ്മുടെ ഇവിടെ നിന്ന് തന്നെ ഒരുപാട് പേർക്ക് നോമിനേഷൻ ഉണ്ടായിരുന്നു. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തന്നെ മറ്റേ ആൾക്കാർക്ക് നോമിനേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ പലരും നോമിനേറ്റഡ് ആയിട്ടുള്ള പലരും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് എന്നെ ചൂസ് ചെയ്തു എന്ന് പറയുന്നത് അത് ഈ സിനിമയ്ക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ അത് ഒരുപാട് സന്തോഷം. താങ്ക് യു സോ We മച്ച്. are also so happy. ഒരുപാട് സന്തോഷം. ഞാൻ ആക്ച്വലി ടോവിനോ ചേട്ടൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ തലയൊക്കെ ആട്ടുന്നുണ്ടെങ്കിൽ ഞാൻ വേറെ ഏതോ ലോകത്താണ്. ആദ്യമായിട്ട് ഇത്ര അടുത്ത് കണ്ടോണ്ട് ഒരുപാട് സന്തോഷം. Also ശ്രദ്ധിച്ചോന്നറിയില്ല, സൂപ്പർ ഹീറോ എന്ന് പറഞ്ഞല്ലേ ഞാൻ സ്റ്റേജിലേക്ക് വിളിച്ചേ. ചോദിച്ചേട്ടൻ ഇങ്ങനെ സംസാരിച്ചു നിൽക്കുമ്പോൾ ഞാൻ ആളുടെ കയ്യിലേക്ക് നോക്കുമ്പോൾ ഒരു മോതിരമുണ്ട്. ആ മോതിരത്തിലുള്ളത് എന്താണെന്നറിയോ? സൂപ്പർമാൻ. ഓക്കേ, അത് ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. സൂപ്പർമാൻ ഇതെനിക്ക് നമ്മുടെ മിന്നൽ മുരളിയുടെ പ്രൊഡ്യൂസേഴ്സിൽ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആയിട്ടുള്ള അന്ന് കെവിൻ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. ഇത് നോക്കുമ്പോൾ ഞാൻ ഭയങ്കര സൂപ്പർമാൻ ഫാനാണെന്ന് കെവിനും അറിയാം. കെവിനും ഭയങ്കര സൂപ്പർ ഹീറോ ഫാനാണ്. അപ്പൊ അങ്ങനെ അന്ന് ആ സമയത്ത് കിട്ടിയത്. പോരാ, വെൽക്കം ഷൈൻ ചേട്ടാ. വെൽക്കം ഷൈൻ ചേട്ടാ. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. അപ്പോ ഏതാ അതുപോലെ ഷൈൻ ചേട്ടനും എനിക്ക് ഈ പറയുന്ന പോലെ സ്വന്തം സഹോദരനെ പോലെ ഇഷ്ടപ്പെട്ട ഒരാളാണ്. ഞങ്ങള് നിരവധി സിനിമകൾ ഒരുമിച്ച് ചെയ്തു. ഞങ്ങൾ ഒരേ നാട്ടുകാരാണ്. ഷൈൻ ചേട്ടാ ഇവിടെ വന്നതിന് ഒരുപാട് നന്ദി. ഞങ്ങളുടെ സന്തോഷത്തിന്റെ ഭാഗമായതിൽ സന്തോഷം. മേക്കപ്പ് ടീമിലെ മെമ്പേഴ്സ് മിസ്റ്റർ സുബിൻ ആൻഡ് മിസ്റ്റർ ഷിബിൻ wholeheartedly welcoming you on stage. Mr. Subin and Mr. Shibin from makeup team. ഏറ്റവും സ്നേഹത്തോടെ with immense happiness and pleasure we avail this opportunity to welcome the manager Mr. Gogulnath G. ടോവിനോ തോമസ് മാനേജറിനെയാണ് ഇന്ന് നമ്മൾ വിളിക്കാൻ പോകുന്നത്. മിസ്റ്റർ ഗോകുൽനാഥ് ജി. ഇത് വളരെ സ്പെഷ്യൽ ആയിരിക്കും അല്ലേ ടോവിനോ ചേട്ടാ? ടോവിനോ ചേട്ടന്റെ മാനേജറാണ് മിസ്റ്റർ ഗോകുൽനാഥ് ജി ഓൺ ദി സ്റ്റേജ്. മലയാള സിനിമയിലേക്ക് ചൂടുവെച്ചിരിക്കുകയാണ്. ബട്ട് സ്റ്റിൽ ഞങ്ങൾക്ക് എപ്പോഴും വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആക്ടർ തന്നെയാണ്. ഒരുപാട് സന്തോഷം. ആൻഡ് നമ്മൾ ലൈഫിൽ എപ്പോഴും കാണില്ല ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുന്നവർ. നമുക്ക് ചിലരെ കാണുമ്പോൾ ദേഷ്യമല്ല, അതൊരു ആക്ടറിന്റെ ക്വാളിറ്റിയാണ്. ആൻഡ് യു ഡിഡ് ദാറ്റ് റോൾ അമേസിംഗ്. ഇറ്റ് വാസ് സോ ഗുഡ്. ആൻഡ് ദിസ് ഈസ് യുവർ ഫസ്റ്റ് മലയാളം മൂവി, റൈറ്റ്? സോ ദിസ് വിൽ ബി സ്പെഷ്യൽ ഫോർ യു. വാട്ട് വുഡ് യു ലൈക്ക് ടു സേ നൗ? We are happy at the same time. We are also a bit sad that this is your first Malayalam film, and in your first character itself, all of us Malayalis hated your character. We are a bit sad about that, but still we were so amazed by the performance that you brought into that character. Like I said, ഒരുപാട് ദേഷ്യം നമുക്ക് തോന്നി, അത്രത്തോളം അമർഷം തോന്നി. That's because of your talent, the performance that you have brought to Raghuram Keshav Das. So how are you feeling being here in Kerala with your first Malayalam cinema? Over to you, sir. வணக்கம் எல்லாருக்கும்.
ஃபஸ்ட்டு தேங்க்ஸ் சொல்கிறது அனுராஜ். அனுராஜ் இஸ் த ஒன்லி ரீசன் நான் இங்கே நிற்கிறதுக்கு. எல்லோரும் எனக்கு நண்பர்கள் தான். பட் என்னை மலையாள படத்தில் நடிக்கணும் அப்படின்னு ஃபஸ்ட்டு திங்க் பண்ணது அனுராஜ். லிஸ்டின்லாம் எனக்கு ஃப்ரெண்டு தான், ஆனால் என்னை கூப்பிடவே இல்லை ஒரு படத்துக்கு கூட. சென்னையில் ஒரு நாள் நான் நடித்தேன் டிராஃபிக் படத்தோட தமிழ். பட் அதுக்கப்புறம் எனக்கு தேங்க்ஸ் சொல்ல வேண்டியது வந்து ப்ரொடியூசர்ஸ் 2 பேரும். இந்த வாய்ப்பு கொடுத்ததுக்காக இல்லை, இந்த படத்தை எடுத்ததுக்காக. ஸோ இந்த படத்தை எடுத்ததுன்றது ஒரு முக்கியமான ரீசன். நீங்கள் வந்து ஃபஸ்ட்டு படமே ஒரு மைல்கல் ஃபிலிம் எடுத்திருக்கீங்க, மலையாள இண்டஸ்ட்ரியில் ஒரு முக்கியமான படம். ஸோ அது வந்து உங்களுக்கு ஒரு பெரிய பேர். நீங்கள் தொடர்ந்து நிறைய படங்கள் பண்ணணும், நிறைய நல்ல படங்கள் பண்ணணும். அதுக்கு அடுத்து நான் இந்த படத்தில் நடித்ததுக்கு முக்கிய காரணம் நான் நினச்சிக்கிட்டது, எனக்கு சந்தோஷமாக டொவியோட நடிக்கிறது. ஸோ டொவி எனக்கு ரொம்ப பிடிச்ச ரொம்ப நான் ரசிக்கிற ஒரு ஆர்டிஸ்ட் எப்போவுமே. ஃப்ரம் த பிகினிங் அவர் சொல்லுவார் என் படம் அவருக்கு பிடிக்கும் அப்படின்னு. பட் எனக்கு அவர் படங்கள் ரொம்ப பிடிக்கும். ஸோ ஒரு நல்ல ஆக்டர். அவரோட அந்த எக்ஸ்பீரியன்ஸ் எனக்கு ரொம்ப சந்தோஷமாக இருந்தது. ஒரு 35 days வந்து அவரோட ட்ராவல் பண்ண அந்த நாட்கள் வந்து எனக்கு ரொம்ப, ஆக்சுவலி இந்த படத்தோட படப்பிடிப்பே எனக்கு ரொம்ப ஹாப்பியாக இருந்தது என்னோடய லைஃப்பில். ஸோ அந்த வயநாட்டில் நம்ம அதை வயநாடை நான் ரொம்ப மிஸ் பண்ணுறேன். இப்போது திருப்பி ஒரு நாள் மறுபடியும் வயநாட்டுக்கு போகணும்னு தோணுது மைண்டு. ஸோ அப்படிப்பட்ட ஒரு லொக்கேஷன் அது. ரொம்ப அழகாக இருந்தது. அதில் நடித்த எல்லாருமே ரொம்ப சிறப்பாக நடிச்சிருந்தாங்க. ஆர்யா தம்பி எல்லாருமே ரொம்ப சிறப்பாக நடிச்சிருந்தாங்க. முக்கியமாக கேமராமேன் விஜய், இன்னைக்கு ஆளுக்கான விஜய் இங்கேன்னு தெரில, பட் விஜய் ஒர்க் ரொம்ப நல்லா இருந்தது இந்த படத்துக்கு. அப்புறம் மியூசிக் டேரக்டரோட ஒர்க். ஸோ நீங்கள் எல்லாரும் சேர்ந்து எனக்கு கொடுத்த வாய்ப்பு தான் நான் മലയാള പടത്തിൽ നടിച്ചതും ഇങ്ങനെ നിൽക്കുന്നതും. എന്താണ് ഇപ്പോൾ പറയാനുള്ളത്? ഇല്ല ചേരൻ, നമ്മുടെ ഫസ്റ്റ് പടത്തിന്റെ റീമേക്ക്, ട്രാഫിക്കിന്റെ റീമേക്ക് ചെന്നൈയിൽ ഒരു നാളിലെ ശ്രീനേട്ടൻ്റെ വേഷം അഭിനയിച്ചാണ് ഹീറോ ആയിട്ട്. അന്ന് പോലുള്ള പരിചയമാണ്. സോ ഞങ്ങൾ തമ്മിൽ വളരെ വർഷങ്ങളായിട്ടുള്ള സൗഹൃദമുണ്ട്. ഇടയിലെല്ലാം ഞങ്ങൾ ചെന്നൈയിൽ കാണാറുണ്ട്. ഓരോ പ്രോജക്റ്റുകൾ വരുമ്പം ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത്രയും നല്ല ഫ്രണ്ടാണ്. അത് ഞങ്ങൾക്ക് മനസ്സിലായി. ചേരൻ സർ സംസാരിച്ചപ്പോഴേ മനസ്സിലായി നിങ്ങൾ തമ്മിലുള്ള ബോണ്ട്. ഒരുപാട് സന്തോഷം. ലിസ്റ്റിൻ ചേട്ടൻ, എന്താണ് ഈ മുഹൂർത്തത്തിൽ എന്താണ് പറയാനുള്ളത്? അല്ല, വളരെയധികം സന്തോഷം. എല്ലാ നിർമ്മാതാക്കളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് പുതിയതായിട്ട് വരുമ്പോൾ ഫസ്റ്റ് പടം സക്സസ് ആവുക എന്നുള്ളത്. അപ്പം പുതിയ 2 പ്രൊഡ്യൂസേഴ്സ് വന്നേക്കുന്നു. അവർക്ക് ഫസ്റ്റിലത്തെ പടം വളരെയധികം ഒരു സക്സസ് ആയിട്ട് വന്നേക്കുന്നു. ആ സക്സസ് ഇന്നിവിടെ ആഘോഷിക്കാനായിട്ട്, ആ ടീമിനൊപ്പം ആഘോഷിക്കാനായിട്ട് പറ്റുന്നു. അനുരാജ് ഡയറക്ടർ അല്ല, നല്ല ഒരു സിനിമ കാഴ്ചവെച്ചു. ഫസ്റ്റ് പടം ആയിക്കോട്ടെ, ഇപ്പോൾ അടുത്ത പടം നരുവേട്ട ആയിക്കോട്ടെ, 2 ഹിറ്റ് കൊടുക്കാനായിട്ട് സാധിച്ചു. ഇപ്പോഴും പുള്ളി അടുത്ത സിനിമ ആലോചിച്ചുകൊണ്ടിട്ടിരിക്കുകയാണ്. വളരെയധികം സന്തോഷം. ബാദുഷാ ഉണ്ട് ഈ ടീമിന് വേണ്ടിയിട്ട്. ഈ ടീമിന് ഈ പ്രൊഡ്യൂസറെ കൊണ്ടുവന്ന ആളാണ് ബാദുഷാ. സോ വളരെയധികം സന്തോഷം ഇന്നിവിടെ പങ്കെടുക്കാൻ സാധിച്ചു. ഓക്കെ, താങ്ക് യു. ഗുഡ് ഈവനിങ് എവരി വൺ. നരുവേട്ടയെക്കുറിച്ച് സംബന്ധിച്ചിടത്തോളം, നരുവേട്ട ആരംഭിച്ചപ്പോൾ തൊട്ട് നരുവേട്ട എന്നിലേക്ക് എത്തിയത് മുതൽ ഇപ്പോൾ ഈ നിമിഷം വരെ, ഈ സ്റ്റേജ് വരെ എനിക്കത് മാജിക്കൽ തന്നെയാണ്. കാരണം വിവേകേട്ടൻ കാസ്റ്റിംഗ് ഡയറക്ടർ ഇതിൻ്റെ എന്നെ ഫസ്റ്റ് കോൾ ചെയ്തപ്പോൾ മുതൽ ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും നമ്മൾ നരുവേട്ടയെക്കുറിച്ച് സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് എന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു സന്തോഷവും ഒരു ആത്മവിശ്വാസവും എനിക്കെന്നും ഊർജം പകരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ അനുരാജേട്ടൻ ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ് എന്താണെന്നുള്ളതൊക്കെ തീരുമാനിച്ച് നമ്മളവിടെ എത്തുന്ന സമയത്ത് ഇങ്ങനൊരു ക്യാരക്ടറാണ് നീ ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അനുരാജേട്ടനോട് അന്ന് പറഞ്ഞൊരു കാര്യം, അനുരാജേട്ട എന്നെ ട്രസ്റ്റ് ചെയ്യണം എന്നാണ്. സോ ആ ഒരു ട്രസ്റ്റ് അനുരാജേട്ടൻ എനിക്ക് ഇപ്പോൾ വരെയും തരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഞാനിവിടെ എല്ലാവർക്കും അറിയിച്ചുകൊള്ളുന്നു. ആ ഒരു ട്രസ്റ്റിൻ്റെ പുറത്ത് തന്നെയാണ് താമി ഇത്രയും വർക്കാകാൻ കാരണം. അതിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ടിപ്പു ഖാൻ, ഷിയാസ് ഖാൻ. സോ ഇന്ത്യൻ സിനിമ കമ്പനി പോലുള്ള ഒരു പ്രൊഡക്ഷൻ ഹൗസിൻ്റെ ബാനറിൽ ഇത്രയും വലിയൊരു സംരംഭത്തിൽ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. അതിന് സപ്പോർട്ടായിട്ടുണ്ടായിരുന്നത് ടോവി ചേട്ടൻ, ചേരൻ സാർ, സുരാജേട്ടൻ, എല്ലാ എൻ്റെ കോ ആർട്ടിസ്റ്റിനും ഞാൻ ഈ ഉയർത്ത് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നരിവേട്ടൻ്റെ ടോട്ടൽ ക്രൂവിനും ഈ ഒരു
വേളയിൽ ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. കാരണം ഇവരൊന്നും ഇല്ലാതെ നരിവേട്ട ഇല്ല ഒരിക്കലും. അത് ഞാൻ എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. എല്ലാവരുടെയും കൂട്ടമായ ഒരു വർക്കാണ് നരിവേട്ട ഇന്ന് നമ്മൾ സംസാരിക്കാൻ കാരണമായിരിക്കുന്നത്. സോ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്.